ഹായ്, എന്താ പാട്? സുഖല്ലേ? അറിഞ്ഞില്ലേ നിങ്ങളെ? ഇല്ല അല്ലേ? ഇന്നതൊന്നും കണ്ടോ? കേട്ടില്ലേ നിങ്ങളെ? എന്തിനാ ഇപ്പൊ BJP-നോട് ഇപ്പൊ കഷ്ടപ്പെട്ട് ഗോ ബാക്ക് എന്നറിയണ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല അല്ലേ? എന്നാ കേട്ടോ. കൊടമണി ടീമിന് കംപ്ലീറ്റ് പ്രശ്നയിക്കുക. സുപ്രീം കോടതിയിലെ പുതിയ ഉത്തരവ് വന്നിക്കണു. എന്താ അറിയോ? ജാസി പൂർണ്ണവതിയായി അറിയില്ലേ? ആ പൂർണ്ണവതിന്നുള്ളതിന്ന് പൂർണ്ണവതനാകാൻ പോവുകയാണ്. ഇവർക്കെതിരെയുള്ള ഒരു ബില്ല് പാസ്സായിക്കണം. എന്ത്? ഈ ട്രാൻസ്ജെൻഡറായി നടക്കുമ്പോൾ അവർക്കുള്ള ആനുകൂല്യങ്ങളും പരിഗണനയൊക്കെ ഗവൺമെന്റിന്റെ വക തന്നെയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാര്യമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇവർക്ക് ഇതിനിടയ്ക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കൂടി. അതായത് പെട്ടെന്ന് ജാസിനെ പോലെ നേരം വെളുത്ത് നീച്ചിട്ട് ഞാൻ പെണ്ണായി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് കള്ളന്മാരുണ്ടായിരുന്നു. ഓർക്കൊക്കെ നല്ല പിടി വീണിക്കണു. ഇപ്പോൾ നല്ല പിടി എന്ന് പറഞ്ഞാൽ പോലെ നല്ല പിടി. ബില്ല് പാസ്സായി. എന്താണ് ഇപ്പൊ സംഭവം എന്ന് ചോദിച്ചാൽ ഇവർക്കൊന്നും ഇനി ഈ ട്രാൻസ്ജെൻഡറാന്നും പറഞ്ഞിട്ട് നടക്കാൻ ഇനി പറ്റൂല. ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇവർക്കെതിരെ കേസ് കൊടുക്കും. ഇനി സുപ്രീം കോടതി തന്നെ പറയുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അതിന് ഒരു റീസൺ വേണം. എന്ത്? താഴത്തത് അങ്ങോട്ട് മുഴുവൻ കട്ട് ചെയ്യണം. ഏത്? ജാസിയൊക്കെ കാട്ടിയ മാതിരി കുറച്ച് ജെല്ല് വാങ്ങി തേച്ചിട്ട് ചുരിദാറിട്ട് നടക്കുന്നതല്ല. ഇപ്പൊ കറക്റ്റ് എല്ലാത്തിനും അതിൻ്റെതായ നിയമം വേണമെന്ന് ഇതിന് 2-3 വകുപ്പാക്കി തിരിച്ചുകൊള്ളു. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ജന്മന ഇങ്ങനെയുള്ളത്, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഡൗൺ സർജറി ആര് ചെയ്യുന്നോ ഓലിക്കും ഒരു പരിഗണന ഉണ്ട്. അല്ലാത്തവർക്ക് ഒന്നുമില്ല. അതായത് അതും എങ്ങനെ അറിയോ? എത്ര വർഷത്തിന്റെ മുമ്പാണ് ചെയ്തതെന്നുള്ളത് അവര് പ്രൂവ് ചെയ്യണം. ഇപ്പൊ ആ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ മുന്നിൽ നിൽക്കണേ നമ്മളെ നയൻതാരൊക്കെ ചെയ്തിട്ട് കൊല്ലത്തിലേക്കണോ അറിയോ? അവരെ പോലും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഉണ്ടോ? ഏത്? ഒരു പെണ്ണും കെട്ടി എന്താ പറയാ, 2ാം പുതിയപ്പളിയും കഴിഞ്ഞ് ഹണിമൂണും കഴിഞ്ഞ് ഓളെ പിന്നാലെ താമസിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ പെണ്ണാന്നും പറഞ്ഞിട്ട് ഒരു ചുരിദാറിട്ട് വന്ന ഇവന്റെയൊക്കെ കാര്യം കഴിഞ്ഞു. ഇവൻ കുറച്ചു മുമ്പ് ഒരു വക്കീലിനായിട്ട് വന്നില്ലേ? എന്ത്? റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും കർശന നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഇനി നടക്കാൻ പോണില്ല. ഇവൻ ഇനിയിപ്പോ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്തോ തേജോവധോ എന്തോ ഒരു വധം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഇനി ഏൽക്കൂല. അതിന്റെ മെയിൻ റീസൺ എന്താ അറിയോ? ഇതാണ്. ഈ ബില്ല് പാസ്സായതോടുകൂടെ ഇവരൊക്കെ ഇന്ന് പുറത്തായി. ഇവരുടെ ഈ തെമ്മാടിത്തരങ്ങൾക്ക് ഒരു അറുതി വീഴുകയാണ്. കാരണം എന്താ അറിയോ? ഈ ട്രെയിനിലൊക്കെ ഉണ്ടല്ലോ എത്ര യാത്രക്കാർ എന്തെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടുണ്ട് വെച്ചിട്ടാ ഇവരെ പോലത്തെ ആളുകൾ കാരണം. സലീം കുമാർ മറ്റേ ഇതില് പറയില്ലേ, മറ്റേ കള്ളനായിന്റെ മോനെ ഒരു പണിയെടുത്ത് ജീവിക്കാനും മനുഷ്യനെ സമ്മതിക്കൂല അറിയില്ലേ? ആ ഇറ്റാണ്. എങ്ങനെ പെട്ടെന്നൊരു ദിവസം ഇവരൊക്കെ തോന്നുകയാണ് ഇത് നല്ല കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണെന്ന്. ഓനും ഇടുകയാണ് ചുരിദാറും സാരി. എന്നിട്ട് എന്ത് ചെയ്യാ? ഈ കൊട്ടും കൊട്ടിയിട്ട് ഇറങ്ങുകയാണ്. അത്രക്കാർക്കൊക്കെ നല്ല പണിയാണ് കിട്ടുന്നത്. ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരപ്പോ നിങ്ങളതൊന്ന് കണ്ടോക്കി. എന്താ എന്താടോ പെണ്ണുങ്ങൾ സിഗരറ്റ് അടിക്കുന്ന കണ്ടിട്ടില്ലേ? ഞങ്ങൾ സിഗരറ്റിലും കള്ളുടിക്കുക ചോദിക്കാൻ താനാരാ? ഏയ് ആഷി, ഞാൻ ഡീൽ ചെയ്യാം. എന്താ ചേട്ടാ, ചുമ്മാ പ്രശ്നമാക്കാണ്ട് പോവാൻ നോക്ക്. അല്ല കുറ്റിപ്പോത്ത അഷർപ്പിന്റെ മോളല്ലേ? അസർപ്പിന്റെ മോളല്ല, അസർപ്പിന്റെ മോനെ. ഇപ്പൊ ചുരിദാർ ഇട്ടിട്ട് വന്നു എന്നുള്ളൂ. സംഭവം അസർപ്പിന്റെ മോൻ തന്നെ, സംശയമൊന്നുമില്ല. ഈ ചുരിദാർ പയച്ചേക്കും. പഴയമാരില്ല കളിയൊന്നും നടക്കൂല. കാരണം എന്താ പറയുക, ചുരിദാറിനൊക്കെ കെട്ട് വീഴാണ്. ഇവനൊക്കെ ഈ ക്യാമറയുടെ മുമ്പിൽ ഡീസന്റ് ആകണ മാതിരിയാ നിങ്ങളെ വിചാരം? ഇവന്റെ ഒക്കെ തൊള്ളിന്ന് വീണ തെറിക്ക് കണക്കില്ല. ഇവ ഉണ്ടായിരുന്നപ്പോ 2 ദിവസം മുമ്പ് പെരുന്നാക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു. കണ്ടിരുന്നു നിങ്ങള്? ഇല്ലെങ്കിൽ അതൊന്നും കണ്ടോ? അതും കൂടി ഒന്ന് കണ്ടാക്കാണി. എന്താ ചെറിയൊക്കെ പ്രിൻസസ് നൂർജഹാൻ. ഇത് നൂർജഹാൻ അല്ല, ഇത് നൂർദീനാക്കേ.
അറിയോ നിനക്ക്? എന്നിട്ട് ഇതിനെ വർണ്ണിച്ചുകൊണ്ട് കുറെ ആളുകൾ റിയാക്ഷൻ വീഡിയോ, ഹൗ നൂർജഹാൻ ഒരു രക്ഷയില്ലാന്ന്. ഇത് അസല് നൂർദീനാക്കാണ്. മോട്ടിവേഷനും വേണ്ട ഒരു പരിധിയൊക്കെ. ഈ നിയമം അങ്ങനെ തന്നെ പോകുകയാണെങ്കിൽ വഴുകാതെ നിങ്ങൾക്ക് നൂർദീനാക്കാനെ കാണാം. അപ്പൊ നൂർജഹാൻ എവിടെയെന്ന് നിന്നോട് ആരും ചോദിക്കരുത്, ഞാൻ പറയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇത് കട്ട് ചെയ്യാതെ എന്തായാലും ആ ലിസ്റ്റിൽ എനിക്ക് കയറാൻ കഴിയൂല. രണ്ടാമത്തത്, ഇത് കട്ട് ചെയ്തിട്ട് എന്തായാലും ആ ലിസ്റ്റിൽ കയറൂല്ല. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇവന്റെ നൂർദീനും നൂർദീനാക്കൊക്കെ കേട്ടോ. ഭയങ്കര കോമഡിക്കാരനാ, ഇതൊന്ന് കണ്ടോക്ക. ഐ ലവ് യു. കുറ്റി കാലിയാണ്. എന്താലേ അത് സാരല്ല, ഓന്റെ അടുത്ത് വേറൊരു കുറ്റിയുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതുകൊണ്ട് കുറ്റി കാലിയായതൊന്നും ഇജ്ജ് കാര്യത്തിൽ കൂട്ടണ്ട. ഞാൻ ഇപ്പൊ അതല്ല ആലോചിക്കുന്നത്, ഈ ചങ്ങായിയുടെ കൊല മുറിച്ചാതെ എന്തായാലും ഓന ഈ ലിസ്റ്റ് കയറൂല. പിന്നെ ഇപ്പൊ ഈ ആശ എങ്ങനെ ജീവിച്ച? കാരണം ആശ ആകെ വന്നിക്കണ എന്താ അറിയോ, ഇവന്റെ അടുത്ത് വല്ല നക്കാപ്പിച്ചും കിട്ടിയിട്ട് സുഖമായി ജീവിച്ചാൻ വേണ്ടിട്ടാ. അതിനിപ്പോ ഇവന്റെ കൊല മുറിച്ചാതെ ആ ലിസ്റ്റ് കയറൂല്ല. പെട്ടല്ലേ ആശയജ്, ഇനിയിപ്പൊ എന്താ ജമ്മാടത്തേക്ക് തന്നെ പോകേണ്ടി വരുമോ? വല്ലാത്തൊരു പണിയാ കിട്ടിയല്ലേ ആശയ. സാരല്ല, ഇതുകൊണ്ടാ പറയണത്, ഈ കർമ്മ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അത് തിരിച്ചടിക്കുന്നു പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ആ ഉമ്മാനെയും നോക്കാതെ ഈ കാക്കാടെ പിന്നാലെ പോകുന്നതല്ലേ. എന്നിട്ട് എന്റെ വാപ്പാടെ പ്രായമുള്ള ഒരുത്തനാണ് എന്നെ കാക്ക ഇക്കാന്നൊക്കെ വിളിച്ചത്. അതിനും വിളിയേക്കാം. മറ്റേ ഇതില് പറയുന്ന മാതിരി വളിയിടാനൊരു മോനും വളിക്ക് വിളിയേക്കാനൊരു തള്ളയിന്നറിയില്ലേ, അതേമാതിരിയാ ഇവന്റെയൊക്കെ പ്രായമുള്ള ഓമ്പനെ കാക്ക വിളിച്ചുമ്പോ അതിന് ഏന്ന് വിളിയേക്ക അബ്ബനും. എന്തായാലും കുറ്റിപ്പുറം കാക്കേ ജെല്ലി വെച്ചുകൊണ്ട് ഇപ്പൊ തേങ്ങ കുറച്ച് വില ഇടിഞ്ഞിരിക്കുന്നു. മറ്റേത് ഇവൻ തന്നെ ലോഡ് കണക്കിന് വാങ്ങിക്കൊണ്ടുപോവുകയാണ്. ഓരോ ചുരിദാർക്കും ഓരോ തരം കൊട്ടത്തേങ്ങല്ലേ വെക്കേണ്ടത്. അതുകൊണ്ട് എന്തായാലും ജെല്ലി വെച്ചത് നന്നായി, കാരണം തേങ്ങക്ക് വില അമ്മയിക്കണു. പക്ഷെ ജെല്ലി വെച്ചതിന്റെ അഹങ്കാരം ചില്ലറൊന്നും അല്ല. അതൊന്ന് കണ്ടോക്ക. കണ്ടില്ലേ, ജെല്ല് വെച്ച അഹങ്കാരാണ്. ഈ ജെല്ലൊക്കെ വെച്ചൊരു വിധത്തിലുണ്ട് വരികയായിരുന്നു, അപ്പോഴാ ബില്ല് പാസ്സായത്. ഇനിയിപ്പോ എന്താ ചെയ്യാ, വിട്ട വഴി ആന പിടിച്ചാൽ കിട്ടൂലല്ലോ. ഒരു കാര്യം ചെയ്യേ, എന്തായാലും പോയി അത് മുറിച്ച്, അല്ലാതെ ഇനി വേറെ വഴിയൊന്നുമില്ല മോനെ. അന്നീ നമ്പി ഇല്ല കുടുംബം ഒഴിവാക്കി നാട്ടുകാരെയും വെറുപ്പിച്ചിട്ട് വന്നതാ ആ കൊറ്റന്താടി. അതിനെ പട്ടിണിക്ക് ഇടാതെ നോക്കണം ചിട്ടോ. എന്നാ ശരി, ഞാൻ പോട്ടെ. ഇനി നമ്മക്കേ ഓന്റെ സുന്നത്തല്യാണത്തിന്റെ അന്ന് കാണാം. ഒത്തിരിയും കാലം എന്താ പറഞ്ഞിരുന്നത്, എന്റെ കല്യാണം ഉടൻ ഉണ്ടാവും, തപ്പ നടക്കും, അടുത്ത വർഷം നടക്കും എന്ന് പറഞ്ഞ് നടന്നിരുന്നില്ലേ. ഇനി നടന്ന തന്നെ.